നമഃശിവായ. ഇന്നധികം പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു ക്ഷേത്രമാണ് പനച്ചിക്കാട് ശ്രീ ദക്ഷിണമൂകാംബിക ക്ഷേത്രം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണമൂകാംബിക എന്നറിയപ്പെടുന്ന സരസ്വതി മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവും പ്രധാന പ്രതിഷ്ഠ ദേവിയുടെ പ്രശസ്തി കാരണം കൂടുതലും ഇത് സരസ്വതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിൽ ശിവൻ, ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കാട് യക്ഷി എന്നിങ്ങനെയാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകളും. ഇവിടുത്തെ സരസ്വതി പൂജ കേരളത്തിൽ എല്ലാ ദിവസവും തുറക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ്. വിദ്യാരംഭമാണെങ്കിലും എല്ലാ ദിവസവും അവിടെ കുട്ടികളെ എഴുത്തിനിരുത്തുവാനുമൊക്കെ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ എല്ലാ ദിവസവും തുറക്കുന്ന സരസ്വതി ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ്. ദക്ഷിണമൂകാംബിക എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം വരെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏകദേശം 60 വയസ്സ് പ്രായമുള്ള കിഴക്കുപുറത്ത് നമ്പൂതിരി. അദ്ദേഹത്തിന് ഇനിയും സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയൊട്ട് സന്താനങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് അദ്ദേഹത്തിന് വിഷമം മൂലം അദ്ദേഹം ഗംഗാസ്നാനത്തിനായിട്ട് വാരണാസിയിലേക്ക് പുറപ്പെടുകയും മൂകാംബികയിൽ എത്തിച്ചേരുകയും അവിടുത്തെ അന്തരീക്ഷം അദ്ദേഹത്തെ വളരെ ആകർഷിക്കുകയും പിന്നീട് അദ്ദേഹം മൂകാംബികയിൽ തന്നെ 1 വർഷത്തോളം കഴിച്ചു കൂട്ടുകയും അങ്ങനെ കഴിച്ചു കൂട്ടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ സ്വപ്നദർശനം നൽകുകയും എനിക്കിനിയും കുട്ടികളുണ്ടാവില്ലെന്നും അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ഇല്ലമായ കരുനാട്ട് ഇല്ലത്ത് ഒരു തമ്പുരാട്ടി ഗർഭിണിയാണെന്നും 2 കുട്ടികൾ പ്രസവിക്കും, അതിലൊന്നിനെ ദത്തെടുത്തുകൊള്ളുവാനും പറയുകയും തുടർന്ന് നാട്ടിലേക്ക് മടങ്ങുവാൻ ദേവി ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് അവിടുത്തെ പൂജകളെല്ലാം കഴിച്ച് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും പനച്ചിക്കാട് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പനംകുട അനങ്ങാതെ നിൽക്കുകയും അവിടെ ഒരു അവധൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ അനുഗ്രഹവും ശക്തിയുമെല്ലാം ഈ കുടയിലുണ്ട്, അതുകൊണ്ട് ഇത് പനച്ചിക്കാട് തന്നെ പ്രതിഷ്ഠിക്കണമെന്ന് പറയുകയും തുടർന്ന് അദ്ദേഹം സ്നാനത്തിനായി കുളക്കര കടവിലേക്ക് ഇറങ്ങുകയും ആ കുളക്കടവിൽ വെക്കുകയും പിന്നെ കുട പിന്നെ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടെ ഉറച്ചു പോയതായിട്ട് കാണുകയും അവധൂതൻ പറഞ്ഞ അനുസരിച്ച് കുട അവിടെ തന്നെ പ്രതിഷ്ഠിക്കുവാനും അടുത്തുള്ള കാട്ടിൽ ആ കുന്നിൻ്റെ മുകളിലുള്ള കാട്ടിൽ ഒരു വിഗ്രഹമുണ്ടെന്നും ആ വിഗ്രഹം ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്നും എന്നാൽ അവിടെ ഒരു യക്ഷിയുണ്ടെന്നും ആ യക്ഷിയെ പ്രീതിപ്പെടുത്തി വേണം ആ വിഗ്രഹം എടുക്കാനായിട്ട്. അതിനായിട്ട് വറപൊടി നിവേദിച്ച് വേണം അങ്ങോട്ട് കടക്കുവാനും. അങ്ങനെ നമ്പൂതിരി അവിടെ ചെല്ലുകയും വറനൈവേദ്യം നൽകി ആ വിഗ്രഹമെടുത്ത് ഇപ്പം കുടയിരുന്ന ആ സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കുകയും അവിടുന്ന് കരുനാട്ടില്ലത്ത് ചെല്ലുകയും നടന്ന സംഭവങ്ങൾ പറയുകയും തമ്പുരാട്ടി പ്രസവിക്കുകയും അതിലൊരു കുഞ്ഞിനെ നമ്പൂതിരിക്ക് കൊടുക്കുകയും തുടർന്ന് അങ്ങോട്ട് നമ്പൂതിരിയുടെ ഇല്ലത്ത് 10 തലമുറകൾ വീണ്ടും 10ഓളം സന്തതികളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് എനിക്കറിയാവുന്ന കുറച്ച് റെഫറൻസിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ പനച്ചിക്കാടിൻ്റെ ഏകദേശ ഒരു ചരിത്രം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഇതിനെപ്പറ്റി പനച്ചിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തെപ്പറ്റി പറയുന്നുണ്ട്. ഏതായാലും
മറ്റൊരു ക്ഷേത്രമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമഃശിവായ.